ന്യൂസ് കണ്ണൂർ. ദേശീയപാത 85 ഭാഗമായ നേര്യമംഗലം വനമേഖലയിൽ അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിക്കാത്തതിൽ പ്രതിഷേധം കടുപ്പിക്കാൻ ദേശീയപാത സംരക്ഷണ സമിതി തുടർ നടപടികൾ സ്വീകരിക്കാൻ സമിതി യോഗം ചേർന്നു. ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായിട്ടും ദേശീയപാത 85 ഭാഗമായ നേര്യമംഗലം വനമേഖലയിൽ അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ വനം, റവന്യൂ വകുപ്പുകൾ നടപടി സ്വീകരിക്കാത്തതിൽ വലിയ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. മരം മുറിച്ചു നീക്കാൻ ഇനിയും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലായിരുന്നു തുടർ പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകുന്നതിനായി NH സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ യോഗം ചേർന്നത്. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP യോഗം ഉദ്ഘാടനം ചെയ്തു. 10 മീറ്റർ വീതിയിലാണ് അതിൻ്റെ റോഡ് ടാറിങ് അനുവദിച്ചിട്ടുണ്ട്. ലാൻഡ് അക്വിസിഷൻ ഇല്ല. അപ്പോൾ ബോഡിമെറ്റ് മുതൽ മൂന്നാർ വരെ 40 കിലോമീറ്റർ പൂർത്തീകരിച്ചിരിക്കുന്ന അതേ നിലവാരത്തിൽ തന്നെയാണ് ഈ റോഡിൻ്റെ ക്വാളിറ്റി മെയിൻ്റനൻസ് എറണാകുളം വരെ വരേണ്ടതായിട്ടുള്ളത്. 10 മീറ്റർ വീതിയാണ് ബോഡിമെറ്റും മൂന്നാർ റോഡിൻ്റെയും മാക്സിമം ടാറിങ് വിഡ്ത്ത്. അപ്പോൾ അതിനുശേഷം മൂന്നാർ മുതൽ എറണാകുളം വരെ കുണ്ടന്നൂർ വരെയും മാക്സിമം ടാറിങ് വിഡ്ത്ത് എന്ന് പറയുന്നത് 10 മീറ്റർ വീതിയാണ്. NH സംരക്ഷണ സമിതി ചെയർമാൻ PM ബേബി അധ്യക്ഷത വഹിച്ചു. ദേവികുളം MLA അഡ്വക്കേറ്റ് A രാജ യോഗത്തിൽ പങ്കെടുത്തു. മരം മുറിക്കാത്ത പക്ഷം അടുത്ത മാസം 8-ന് ദേവികുളം താലൂക്കിൽ പണിമുടക്കിനും ദേശീയപാത ഉപരോധത്തിനും അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ സമിതിയുടെ നേതൃത്വത്തിൽ മുറിച്ചു നീക്കുന്നതിനും യോഗം തീരുമാനം കൈക്കൊണ്ടു. നേര്യമംഗലം മുതൽ വാളറ വരെ 14.5 കിലോമീറ്റർ ദൂരത്ത് പാതയോരത്ത് അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങളാണ് മുറിച്ചു നീക്കേണ്ടതായുള്ളത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. കൂടുതൽ വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.